നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2024-25 വിഷു ഫലങ്ങളാണ്. ചിത്തിര നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ്. ചെറിയ വിജയം ആഗ്രഹിച്ചിരുന്നവർക്ക് പോലും വലിയ വിജയങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. എക്സാമുകളൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിലൊക്കെ നിങ്ങൾ എഴുതിയത് പാസ്സാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻ്റർവ്യൂകളിലൊക്കെ നിങ്ങൾ വൻ വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്ദേശിച്ച വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഉപരിപഠനത്തിന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്കോളർഷിപ്പോട് കൂടി വിദേശത്തേക്ക് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വന്നു ചേരാനുള്ള അവസരമാണ്. വിദേശത്തേക്ക് ജോലിക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു നക്ഷത്രമാണ് ചിത്തിര. ഈ വർഷം പ്രത്യേകിച്ച് ബന്ധുജനങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാരിൽ ചില ആൾക്കാർ പ്രശസ്തിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അനുമോദനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തം ഒരുപാട് വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും. ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് ഈശ്വര സാമീപ്യം അനുഭവപ്പെടുന്നതായിരിക്കും. ഈശ്വര ചിന്തകളൊക്കെ ഒരുപാട് കൂടുതലുള്ള വർഷമായിരിക്കും ഇത്. പലപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കുവാനായിട്ട് സുഹൃത്തുക്കളുടെയൊക്കെ സഹായം തേടുന്നതായിട്ട് കാണുന്നുണ്ട്. അന്യരുടെ കാര്യങ്ങളിൽ അകാരണമായിട്ട് ഇടപെടരുത്. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യരുത്. അത് അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കുന്നതാണ്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി സമർപ്പിക്കുന്ന പദ്ധതികളൊക്കെ വിജയിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഈ വർഷം നന്നായി കഠിന പ്രയത്നം ചെയ്ത് വിജയത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഈ വർഷത്തിൻ്റെ പകുതിയോടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ചെറുതായിട്ടൊന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതെല്ലാം നല്ലപടി മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ബ്രോക്കറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അതിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. അത് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക. വാഹന ലാഭവും ലോട്ടറി ലാഭവും ഒക്കെ കാണുന്നുണ്ട്. ശ്രാന്ത പരിശ്രമമൊക്കെ വേണ്ടി വരുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസത്തിൽ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി തന്നെ അത്ഭുതവും ആശ്ചര്യവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന ആശയങ്ങളും തുടങ്ങിയവയൊക്കെ മറ്റുള്ളവർക്കും സമൂഹത്തിനും ഫലപ്രദമായി തീരുന്നതിൽ അഭിനന്ദനത്തിൻ്റെ ഒരു പ്രവാഹമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അറിവുള്ള വിഷയങ്ങളൊക്കെ ആവശ്യമുള്ള അതാത് സമയത്ത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഔചിത്യമുള്ള സമീപന ശൈലിക്കൊക്കെ അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുന്നതായിരിക്കും. അനാവശ്യമായിട്ടുള്ള പക കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക. എവിടെയും ഉയർച്ച ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ ഉടലെടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ന്യായമായ ആവശ്യങ്ങളൊക്കെ നിങ്ങളുടെ പരിഗണിച്ച് നടപ്പിലാക്കുന്ന മേലധികാരിയോട് നിങ്ങൾക്ക് ആദരവ് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിലൊക്കെ വെച്ചടി കയറ്റമാണ് കാണുന്നത്. സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് വിവാഹവും വിദ്യാഭ്യാസവും എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഗവൺമെൻറ് ജോലിക്കൊക്കെ നല്ലൊരു സമയമാണ് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച്. ഇൻ്റർവ്യൂവും പരീക്ഷകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി പാസ്സാകാൻ പറ്റിയൊരു സമയമാണ്. കൂടുതലും സ്ത്രീകളോട് പറയാനുള്ളത് ഈ വർഷം നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവാഹത്തിലേക്കൊക്കെ പിന്നീട് പോവുക. ഇപ്പോൾ ജോലിയിലേക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജോലി ലഭിക്കാനുള്ള വളരെയധികം സാധ്യത കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യായാമം ശീലമാക്കുന്നത് വളരെ ഉത്തമമാണ്. പല ശാരീരിക രോഗങ്ങൾ നിങ്ങൾ ഈ വർഷം ഡിസംബറിന് ശേഷം കണ്ടുവരുന്നുണ്ട്. ദമ്പതിമാരിൽ സ്വരച്ചേർച്ചയില്ലായ്മയും അകന്നു താമസിക്കാനുള്ള സാധ്യതയും ഒക്കെ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. അന്യ സ്ത്രീ പുരുഷ ബന്ധവും ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഇതെല്ലാം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ മറന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സിന് ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തകർച്ചയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമെന്ന് പറയുന്ന ഉയർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. എങ്കിലും ഇങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് മാറ്റിയെടുക്കുന്നതിനായിട്ട്
ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ നന്നായിരിക്കും. ചുമല വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കൊണ്ട് നടക്കുകയോ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതിനായിട്ട് 3 തുളസിയില പണം സൂക്ഷിക്കുന്നിടത്തോ പേഴ്സിലോ കൊണ്ടു നടക്കുന്നതും വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് ചിത്തിര നക്ഷത്രക്കാരുടെ 2024-25 വിഷുഫലം. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.